മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങൾ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ മനസ്സിനെ ധൈര്യം പകർന്ന് നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ നിർത്താൻ നിങ്ങളുടെ ഭഗവാനായ മഹാദേവനുണ്ടാകും. അതിനാൽ നിങ്ങൾ മഹാദേവനിൽ അഭയം പ്രാപിക്കുക. മഹാദേവനോട് നിങ്ങളുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ഭഗവാനായ മഹാദേവന് അസാധ്യമായതൊന്നും തന്നെയില്ല. ഭക്തരെ, ജീവിത പ്രശ്നങ്ങൾ അത് കടലിലെ തിര പോലെയാണ്. ചിലപ്പോഴൊക്കെ അത് ശക്തമാകും, ചിലപ്പോൾ ശാന്തമാകും. തിരകളില്ലാത്ത കടലില്ല, അതുപോലെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമില്ല. ഏത് തിരയിൽ നിന്നും തൻ്റെ ഭക്തനെ കൈപിടിച്ചുയർത്താൻ മഹാദേവൻ്റെ അദൃശ്യമായ കരങ്ങൾ കൂടെയുണ്ടാകുന്നതാണ്. മഹാദേവനിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. ഭക്തരെ, മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. ഒരാളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. സാഹചര്യങ്ങൾ ഏതായാലും കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും താക്കോൽ ഒരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. അത് സൂക്ഷിക്കാൻ അർഹതയുള്ള ഏക വ്യക്തി നിങ്ങൾ മാത്രമാണെന്ന് അറിയുക. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. നിങ്ങൾ ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കായിരിക്കും പലപ്പോഴും നിങ്ങളെ ചതിക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങളുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമായിരിക്കും. ഭക്തരെ, നിങ്ങളെ വേണ്ടാത്തവർക്കു വേണ്ടി ഒരിക്കലും നിങ്ങൾ നശിക്കരുത്. അവർക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചു കാണിക്കണം. ഭക്തരെ, ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം. മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വൈകിപ്പോയിട്ടുണ്ടാകും. ജീവിതത്തിൽ ആരുടെയും നന്മകൾ പാഴാവില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. ഭക്തരെ, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഈ ത്യാഗം സൗകര്യപൂർവ്വം മറക്കാനാണ് പലർക്കും ഇഷ്ടം. അതുകൊണ്ട് തനിക്കു വേണ്ടി കൂടി ജീവിക്കാൻ എല്ലാ ഭക്തരും സമയം കണ്ടെത്തുക. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് മാത്രം നോക്കാതെ നന്മകൾ കൂടി മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതം ആനന്ദകരമാകുന്നത്. ഭക്തരെ, പല മുറിവുകൾക്കുമുള്ള മരുന്നാണ് സ്നേഹം. പക്ഷേ മരുന്നുകളൊക്കെ വിഫലമാകുന്നത് സ്നേഹം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ്. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. കഷ്ടപ്പാടും കടപ്പാടും തീർന്ന് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. എല്ലാ ഭക്തരും സന്തോഷത്തോടെ ഇരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.